ഗായ്സ്, അപ്പം ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ. നമ്മുടെ മിക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പരീക്ഷണമാണ്. അപ്പോൾ റെഡിയാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ രാത്രി ഒരു 8:30 മണിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ടൈമൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഗൈസ്, ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 2 ഗ്ലാസ് നമ്മൾ കടലമാവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ഞാൻ കടലമാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. അത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ മുളക് പൊടി, അത് എരിവിന് നന്നായിട്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലായിട്ട് ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവിടെയും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ പച്ച വെള്ളത്തിന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ കൊണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വറുക്കാൻ വേണ്ട സമയത്ത് നമ്മൾ ഏത് ഓയിലാണോ എടുക്കുന്നത് ആ ഈ ഓയിൽ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പം നമ്മൾ നന്നായിട്ട് മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു സേവനായി എടുത്തിട്ട് അതിൻ്റെ അരിപ്പ ഇത്രയും വലിപ്പം ഉണ്ടായാൽ മതി. പക്ഷേ ഇത് തീരെ ചെറുതായിരുന്നു കേട്ടോ. ഇതിന് കുറച്ച് വലിപ്പം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മാവ് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് വേണം അടുത്ത പരിപാടിയൊക്കെ കേട്ടോ. വറുത്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം കടലപ്പരിപ്പ് ഞാൻ ഒന്ന് മീഡിയം സൈസിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നിലക്കടല ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. പിന്നെ കായ്, മുളക്, അതുപോലെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് എല്ലാം കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി മണം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഈ ഓയിലിൽ തന്നെയാണ് ഞാൻ മിക്സറിൻ്റെ മാവും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നൂൽപ്പിട്ട് എങ്ങനെയാണ് കറക്കി എടുക്കുന്നത് വെച്ചാൽ അതേപോലെ ഒന്ന് കറക്കി എടുത്തിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഞാൻ മാവ് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബൂന്തിയും കൂടി ഉണ്ടാക്കി വെക്കണം, അതിനാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കട്ടിയുള്ള മാവ് ലൂസാക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അരിപ്പയിൽ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ തരിതരിയായിട്ട് കിട്ടും. അപ്പോൾ അത് പൊന്തി വന്നതിന് ശേഷം നമ്മൾ മാറ്റിയിട്ട് ഈ മിക്സറിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒക്കെ ഞാൻ ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ട, കാരണം വെച്ചാൽ നന്നായിട്ടൊന്ന് കരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉള്ളു വേഗത്തുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് പൊരിച്ച് വെച്ച് നമ്മുടെ മിക്സറിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വറുത്തെടുത്തിട്ടുള്ളതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സായി കൊടുക്കുന്നതാണ്. അപ്പോൾ മിക്സാക്കുമ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ളതെല്ലാം ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ മുളക് പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് എരിവിനുമാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മുളക് പൊടിയൊക്കെ സൂക്ഷിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അധികം ആകാൻ പാടില്ല കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു കാറ്റ് കയറാത്തൊരു ബോട്ടിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ മിക്സർ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറും ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാം. നമുക്ക് പുറത്തുനിന്നൊക്കെ മിക്സർ വാങ്ങാതെ വീട്ടിൽ തന്നെ ഇതേപോലെ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സൈഡിലെ ബെല്ലൈക്കണും കൂടി ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ.